സുരേഷ് ഗോപിയെ എന്തുകൊണ്ട് തൃശ്ശൂർ ജയിപ്പിച്ചു, തൃശ്ശൂരിലെ ജനങ്ങൾ എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് നൽകി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. അദ്ദേഹം രാജ്യസഭാ എം പി ആയിരിക്കുമ്പോൾ, അതായത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പി അല്ല, തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാ എം പി അല്ല, പകരം നോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യസഭാ എം പി എന്ന നിലയിൽ ഗുരുവായൂരിന് അനുവദിച്ചത് 317 കോടി രൂപയുടെ അമൃത് പ്രസാദ് പദ്ധതി പ്രകാരം ഗുരുവായൂരിൽ അനുവദിച്ചത് 317 കോടി രൂപ. മൾട്ടി ലെവൽ പാർക്കിംഗ് സമുച്ചയം, റോഡുകൾ, ഫുട്പാത്തുകൾ എന്നിവയുടെ പണി പൂർത്തിയായിരിക്കുന്നു. ഈ പണികളെല്ലാം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന അശ്വിനി കുമാർ ചൗബെ വന്ന് ഇത് അവലോകനങ്ങൾ നടത്തുകയും പണി വേഗത്തിലാക്കാൻ, ത്വരിതപ്പെടുത്താൻ പറയുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ അനുവദിച്ച 610 കോടി രൂപയുടെ അമൃത പദ്ധതിയിൽ ഗുരുവായൂരിനെ ഉൾപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇതിലും വലിയ ഒരു ഗൂഢശ്രമം, അതായത് ഈ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെ മൂടിവെക്കാനൊരു ശ്രമം നഗരസഭ നടത്തിയിരുന്നു. അതും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 20 കോടി രൂപയാണ് ഗുരുവായൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിനെ അനുവദിച്ചത്. അതിൽ ആദ്യത്തെ 5 കോടി രൂപ, ആദ്യ ഗഡുവായ 5 കോടി രൂപ മാർച്ച് 31 തന്നെ നഗരസഭയ്ക്ക് നൽകിയിരുന്നു. പക്ഷേ നഗരസഭ ആ വിവരം പുറത്തുവിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ബാക്കി തുക കൂടി അനുവദിച്ച് 20 കോടി രൂപ അനുവദിച്ചപ്പോഴാണ് അത് പുറലോകം എത്തിയത്. ഒപ്പം തന്നെ 1 കോടി രൂപയ്ക്ക് ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്തതും സുരേഷ് ഗോപിയാണ്. ഏറ്റവും ഒടുവിൽ നാം കാണുന്നത്, സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞ് സുരേഷ് ഗോപി സ്വന്തം മണ്ഡലത്തിലെത്തുമ്പോൾ ആ മണ്ഡലത്തിൽ പെടുന്ന ഒരു വ്യക്തി കുവൈറ്റിൽ അതിദാരുണമായ തീപിടുത്തത്തിൽ മരിക്കുകയും ആ വ്യക്തിക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്നും സുരേഷ് ഗോപി പറയുമ്പോൾ എതിരാളികൾക്ക് പോലും ഒന്നും പറയാനില്ല. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പോക്കെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ CPM-നും കോൺഗ്രസിനും ഒന്നിച്ചൊന്നായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായി വരും. അത് ജയിക്കാനല്ല, പ്രചരണത്തിൻ്റെ ചെലവ് കുറയ്ക്കാനെങ്കിലും ഉപകരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.